ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയാ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് നേരത്തെ കുടിരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് പെരിയിലെത്തിയപ്പോ ഇവർക്ക് ചുള്ളിച്ചോലി പോവാ. ഞങ്ങൾ അടുത്തൊരു ചോല ഉണ്ട്, കാണുന്നില്ല ഞങ്ങളൊന്നും. ഞങ്ങൾ അടുത്തൊരു ചോല ഉണ്ട് കേട്ടാ. കുട്ടികളൊക്കെ ഡാം എന്ന് പറയും, ചുള്ളിച്ചോല ഡാം കേട്ടാ. അപ്പോൾ നല്ല രസമാണ് കുട്ടികൾക്ക് നീന്തി കുളിച്ചാനും നീന്താൻ പഠിച്ചാനും ചാടാനൊക്കെ അടിപൊളി വൈബാണ് കേട്ടാ. അപ്പോൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് ഇന്നലെ മിഞ്ഞാന്ന് തുടങ്ങിയതാണ്, പക്ഷെ നമ്മൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഇങ്ങോട്ട് വന്നത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചുള്ളിച്ചോലയൊക്കെ ഒന്ന് പോവാൻ നിൽക്കുകയാണ് കേട്ടാ. അപ്പോൾ അപ്പോൾ അല്ലും പിന്നെ മനൂട്ടിന് അവിടെ ടീം മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. കൂട്ടുകാരന്മാരെ കൂടെ അവിടെ റൂമിൽ ഗെയിം കളിയിലാണ് കേട്ടോ. ഓനെ പിന്നെ അങ്ങനെയൊന്നും കിട്ടൂല. അപ്പോൾ ഇവർക്ക് നീന്തണം ചാടണം എന്ന് കുറേ ദിവസമായി പറയണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കുറച്ചങ്ങോട്ട് നടക്കുക. എൻ്റെ വണ്ടി പിന്നെയും സ്കൂട്ടി പിന്നെയും പണി കിട്ടിയിരിക്കണം ഗൈസ്. സ്കൂട്ടി വണ്ടി എണ്ണ കഴിഞ്ഞ് ഒരു ദിവസം അവിടെ കിടന്നിട്ടാണ്, പെട്രോൾ കഴിഞ്ഞ് ഒരു ദിവസം കിടന്ന്. അതുകൊണ്ട് ഇപ്പം ഇന്ന് എണ്ണ കൊണ്ടുവന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഒന്ന് ചാട്ടാവണില്ല കേട്ടാ. അപ്പം എത്ര കിക്കറൊക്കെ അടിച്ച് നോക്കി, സ്റ്റാർട്ടിങ് കിട്ടണില്ല. അപ്പം ഞങ്ങൾ ബൈക്കുമ്പോഴല്ല നടന്ന് പോവാണ്, കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഇവരുണ്ടാവും സൈക്കിളുമ്പോൾ പോരാറണം, ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ നടന്നിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളെ പൊന്മുള നാട്ടിലെ ചുള്ളിച്ചോല ഡാം എന്ന് പറയണ ചുള്ളിച്ചോലൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പോവാം. അറിയാവർക്ക് പൊന്നൂനും അച്ചുവിനും മാത്രമാണ് നീന്താൻ അറിയാത്തുള്ളത്. അച്ചു വെള്ളത്തിൽ ഇറങ്ങൂല, അച്ചുവിന് കുറയാണ് കേട്ടാ. ഇതാ അല്ലും പൊന്നും ആദ്യം അല്ലും കൂടി സൈക്കിളുമ്മ പോയി. അങ്ങനെ ഇതാ ഞാനും എൻ്റെ അച്ചുട്ടിയും മാത്രമായി ഗൈസ്. പൊന്നു കുറുമ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് അല്ലും ആദ്യം സൈക്കിളുമ്മ പോയപ്പോൾ കുറുമ്പ്, എനിക്ക് നടക്കാൻ വെച്ചാന്ന് പറഞ്ഞിട്ട് പൊന്നൂസിനൊരു ലിഫ്റ്റ് കിട്ടിയിട്ട് പൊന്നൂസ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയൽവാസിയുടെ വണ്ടി കിട്ടി, അങ്ങനെ ഓളയുമ്പോൾ കയറിപ്പോയി. പിന്നെ ഇതാ ഞാനും എൻ്റെ അച്ഛൻ മാത്രം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ നടന്നു പോവാം. കുറച്ചൊക്കെ നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവില്ല. പോലെ ഒരിതാണ് ചുള്ളിച്ചോലിക്ക് പോവാന്ന് കുറേ ദിവസമായി പറയണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഞങ്ങൾ ചുള്ളിച്ചോല. വെയിലാണെങ്കിലോ ഭയങ്കരം. അച്ഛാ ഹായ്, ഒരു ഹായ് പറഞ്ഞേ. സത്യം പറഞ്ഞാൽ കുഴക്കുണ്ട് കേട്ടോ. ചോറ് ബിരിയാണി, ഞാൻ മന്തി എത്തുന്നത്. അപ്പോൾ മന്തിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഒന്നിങ്ങനെ കിടക്കുന്ന ടൈമിൽ ഇങ്ങനെ നടത്തായപ്പോഴേ ചെറുതായിട്ട് കജ്ജും കാലൊക്കെ കുഴച്ചിലുണ്ട്. അപ്പോൾ അവിടെ കിടക്കാൻ അയച്ചില്ല. പോവാ പറഞ്ഞു. ഇന്നലെ പറഞ്ഞായിരുന്നു പോവാന്ന്. വാക്ക് കൊടുത്താൽ പിന്നെ അത് പോയില്ലെങ്കിൽ കുട്ടികൾക്ക്. എൻ്റെ അച്ചുട്ടിക്ക് പിന്നെ ഈ പൂവ് കണ്ടാ കുറച്ചും കൊടുത്താ, ഈ പൂവ് കണ്ടാ അവള് ഇങ്ങനെ പൊട്ടിക്കൂട്ടാ. എന്നിട്ട് ഇതൊരു രസമുണ്ടോ പൊട്ടിച്ച് ഇങ്ങനെ നമുക്കത് ഒരു ബൊക്ക പോലെ അടിക്ക അവിടെ നോക്കി. നല്ല രസമില്ലേ? മതി, നീ വേറെ എടുത്തോ. ഇങ്ങനെ പിടിച്ചാൽ നല്ല രസമാണ്. അതിനിവിടെ ഞാൻ എന്താ ചെയ്യല അറിയാം, അങ്ങനെ കുറേ പൂ എടുക്കൂട്ടോ. ഈ പൂവ് എന്നിട്ട് ഈ പൂവ് കുറേ എടുത്തിട്ട് അതിങ്ങോട്ട് ഒരു കയറെടുത്ത് അടിയിലാണ് കെട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴേ പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ വരേ. അപ്പം ഞാൻ എന്താ ചെയ്യല അറിയാം, ഇങ്ങനത്തെ പൂവൊക്കെ എവിടെന്നെങ്കിലും കാണുകയാണെങ്കിൽ റോട്ടിലൊക്കെ ഉണ്ടാവും നിറയെ ഈ പൂവുണ്ട് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ അപ്പം അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്നായിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് ഒരു കയറോ എന്തെങ്കിലും എടുത്ത് ഒരുമിച്ച് ഇങ്ങോട്ട് കെട്ടും. നല്ല ഭംഗിയില്ല കാണാൻ. ഇങ്ങനത്തെ ചൂടാണ് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഇങ്ങനത്തെ ഈ പൂ കണ്ട ഒന്ന് നുള്ളണം, എടുത്തിട്ട് ഇതുപോലെ കുറേ എടുക്കും കേട്ടോ. കുറേ എടുത്തിട്ട് ഇങ്ങനെ ഒരു കെട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ബൊക്ക പോലെ ആക്കും. രസമാണല്ലേ? നല്ല അടിപൊളി പോവാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോകണുള്ളൂ, ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും അവിടെ എത്തിക്കണ് കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ പോണ നേരത്ത് ഇതൊക്കെ ഇങ്ങനെ എടുക്കും അല്ലേ? ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. ഓർമ്മ ഉണ്ട് അതൊക്കെ? ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരിയായിട്ട് പൊടിച്ചിടുക. അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോഴാണ് പഴയ ഓർമ്മകൾ ഇങ്ങനെ ഉണ്ടാവുക. ഓരോടെ കുളത്തിൽ പോയി ചാടൽ തുടങ്ങിയാണ്. പറ്റോ ഞാൻ പെട്ടെന്ന് പോട്ടെ. ഏകദേശം നമ്മൾ ചുള്ളിച്ചോലയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ.
ഏകദേശം എത്തി. ഇനി കുറച്ചുകൂടെ നടന്നാൽ ഇതാണ് നമ്മുടെ ചുള്ളിച്ചോല ഡാം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ചുള്ളിച്ചോല എന്ന് പറയണ ആ ചുള്ളിച്ചോലയാണിത്. കണ്ടില്ലേ? ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിരിക്കണം കേട്ടോ. നല്ല ഇതിനെക്കാട്ടിനും വെള്ളം ഉണ്ടാവും മഴക്കാലത്തേ. നല്ല അടിപൊളിയാണ്. കുറേ കുട്ടികൾ ചാടാനും ഈ പാലത്തുമെന്നൊക്കെയാണ് ചാടൽ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചാടും കേട്ടാ. ചുള്ളിച്ചോല എന്ന് ഞങ്ങളെ പൊന്മുള നാട്ടിലെ ചുള്ളിച്ചോല കേട്ടോ. ചുള്ളിച്ചോല ഡാം എന്ന് ചിലവരൊക്കെ പറയും. അപ്പോൾ രസമാണ് കേട്ടോ. കുട്ടികളെയും കൊണ്ട് വൈകുന്നേരമൊക്കെ വരാൻ നീന്തം പഠിക്കാനും നീന്തി ഒക്കെ അടിച്ച് പൊളിച്ച് കുറേ നേരം നമുക്ക് നീന്തി പോവട്ടെ കുട്ടികളെയും കൊണ്ടൊക്കെ വൈകുന്നേരം വന്നാൽ. കാരണം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നീന്തം അറിയണവർക്കൊക്കെ അവിടെ അങ്ങേ അത്യാവശ്യം നല്ല കുണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ മക്കളെ നീന്തം അറിയണവർക്കൊക്കെ അങ്ങോട്ട് പോവാം. അല്ലാത്തവരിതാ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കുളിക്കൂട്ടാ കളിച്ചും. അപ്പോൾ ഇപ്പോൾ ഇന്ന് കുട്ടികൾ കുറവാണ്. ഇന്ന് എന്താണെന്ന് അറിയൂല. വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ നല്ലോണം ഉണ്ടാവും കേട്ടോ. അവിടെ ഒരു മാവ് കണ്ടില്ലേ? ആ മാവുമ്പോൾ കയറും. ആ മാവുമ്പോൾ കയറിയിട്ട് നേരെ മുകളിൽ പോയി നിന്നിട്ട് അവിടുന്ന് അടിയിലേക്ക് ചാടുക. അതാണ് ഇവിടുത്തെ മെയിൻ ചാട്ടവും മെയിൻ നീന്തലും അതാണ്. കുളത്തേക്ക് വരുന്നത് തന്നെ മൂച്ചുമ്പോൾ കയറി ചാടാനാണ് കേട്ടോ. കണ്ടില്ല എൻ്റെ ആദ്യമോനൊക്കെ അത് കയറുന്നത്. അപ്പോൾ ഓരങ്ങനെ ചെയ്യുക. കയറിയിട്ട് മരത്തുമെന്ന് മൂച്ചുമെന്ന് ഇങ്ങോട്ട് ചാടും വെള്ളത്തേക്ക്. കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാട്ടാ. ഇന്ന് എൻ്റെ അച്ചൂനെയും പൊന്നൂനെയും ഞാൻ ചാടിക്കൂട്. എൻ്റെ അച്ചൂനെയും പൊന്നൂനെയും ഞാൻ ഇറക്കണില്ല. കാരണം അവർക്ക് രണ്ടാക്കും ജലദോഷമുണ്ട്, ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ രണ്ടാളും ഇറങ്ങണില്ല. അല്ലും ആദ്യം മാത്രമേ ഉള്ളൂ ഇറങ്ങാനിട്ടാ. ഇങ്ങനെ മൂച്ചുമ്പോൾ കൂടെ പോവുക, എന്നിട്ട് ചാടുക. അങ്ങനെ ഇപ്പം മക്കൾ ധീമയും മൂച്ചുമ്പോൾ കയറി ചാടാനായിട്ട് വരുന്നതാണ് കേട്ടോ. മക്കൾ ആൺകുട്ടികളെല്ലാവരും നീന്തം പഠിച്ചിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇതേമാതിരി ഇവിടെയൊക്കെ വന്നിട്ട് സ്വന്തമായിട്ട് നീന്തം പഠിച്ചതാണ്. 3 ആളും. പെണ്ണൂസും അച്ചുട്ടി മാത്രമേ ഇനി നീന്തം പഠിക്കാനുള്ളൂ. കുളത്തിൻ്റെ പക്കത്തിരിക്കുമ്പോഴേ ഇറങ്ങാനൊക്കെ പൂതിയാണ് കേട്ടോ. പഴയ പോലെ ഒന്ന് ചാടി കുളിച്ചാനൊക്കെ പൂതിയാവും അല്ലേ? കുളത്തിൻ്റെ അക്കത്തും പുഴൻ്റെ അക്കത്തൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴേ നമുക്കും തന്നെ അതിലൊന്ന് ചാടാനൊക്കെ പൂതിയാവും അല്ലേ? നിനക്കങ്ങനെ ഉണ്ടോ? എനിക്കിഷ്ടമാണ് ചാടാനും. ആദ്യമൊക്കെ മടിയൊക്കെ, പക്ഷെ ചാടി കഴിഞ്ഞാലോ പിന്നെ കയറാനും പാടായി കാരണം നീന്തൊക്കെ അറിയട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അവിടെ പെരയിൽ എൻ്റെ ഭയങ്കര കുളമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പിട്ട കുളം, സ്റ്റഡി വരെ സ്റ്റെപ്പുള്ള കുളമായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിലേറായിട്ടാ. 3/4 മണിക്കൂർ ആവാനായി. അപ്പോൾ വീഡിയോസ് ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ചാടുന്നതും നീന്തണതും അല്ലാതെ വേറെ എന്താ അവിടെ എടുക്കാനുള്ളത്. അപ്പം ഞങ്ങളിനി പെരയ്ക്ക് മടങ്ങാനാവാണ്. ലാസ്റ്റ് 2 നീന്തലും കൂടി ഇറങ്ങി പോവാ. അപ്പോൾ ഞങ്ങൾ പെരയ്ക്ക് തന്നെ പോവാണ് കേട്ടോ. ഞങ്ങൾ പോന്നപ്പോൾ ഇക്ക നല്ല ഉറക്കായിരുന്നു കേട്ടോ. ഇക്ക പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്ന ടൈമിലാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അപ്പം ഇക്ക എണീക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെയുണ്ട് ഞങ്ങളെ ചുള്ളിച്ചോല ഡാമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ചുള്ളിച്ചോല അപ്പോൾ എൻ്റെ മക്കൾ നീന്താനും ചാടാൻ പൂതിയാകുമ്പോഴൊക്കെ ഇങ്ങോട്ടാണ് വരിക. പിന്നെ വേറൊരു കുളം ഉണ്ട്, ഇരുകുളം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അത് നല്ല വെള്ളമുള്ള കാലത്ത് പോകാൻ രസട്ടോ. നല്ല അടി വരെ സ്റ്റെപ്പുള്ള വലിയ കുളമാണ്. നല്ല അടിപൊളി വൈബാണ്. പല ആൾക്കാരും പല നാട്ടിൽ നിന്ന് ആൾക്കാർ വീഡിയോ എടുക്കാനും കുളിക്കാനൊക്കെ വരുന്ന വലിയ കുളമാണ് ഇരുകുളം. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ ഇരുകുളമൊക്കെ കാണിക്കട്ടാ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാം, പിന്നെ കമൻറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യട്ടാ. പരിഗണന മടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ അച്ഛൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.